ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ലിതീഷ് മായത്ര. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ ഹരേ രാമ എന്ന് പറയുന്നത്? എന്താണ് കൃഷ്ണ എന്ന് മന്ത്രത്തിൻ്റെ അർത്ഥം? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനെയൊക്കെയാണ് നമ്മൾ കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കൃഷ്ണ ഹരിക്കുക. ഹരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇല്ലാതാക്കുക എന്നാണ്. അപ്പോൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലുള്ള ചീത്ത ചിന്തകളെ, അല്ലെങ്കിൽ നമ്മളെ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകളെ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ശരിയായ ഇട്ടല്ലാത്ത അറിവുകളെ, അതൊക്കെ ഇല്ലാതാക്കുന്നതിനെയാണ് ഹരേ കൃഷ്ണ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഒരു ചോദ്യം വരും, ഇപ്പോൾ കൃഷ്ണൻ എന്താണെന്നൊക്കെ ചോദ്യം വരും. കൃഷ്ണ എന്ന വാക്കിനർത്ഥം, എൻ്റെ ഒരു ഗുരുനാഥൻ പറയുകയുണ്ടായി, കൃഷ്ണ എന്ന വാക്കിനർത്ഥം നമ്മുടെ കണ്ണാണ്. അതായത് കൃഷ്ണമണി എന്ന് പറയും. അപ്പോൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ കണ്ണിനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ നമ്മൾ കണ്ണ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കണ്ണൻ്റെ കഴുത്തിൽ മണി കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കഥകളിലൂടെ ഒരുപാട് ജ്ഞാനങ്ങളൊക്കെ പഴയ ആചാര്യന്മാരെല്ലാം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ കഥകളും പഴയ ഏത് ഗ്രന്ഥങ്ങളിലും അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഭൗതികാർത്ഥം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സംഘർഷത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായ അർത്ഥം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതതലത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, ഇന്ന് AI കാലമാണ്. അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ് രീതിയിലാണ് ഇന്ന് അറിവ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഹരഹരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിക്കുക. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊരു വാക്കുണ്ട്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളെ പിന്നീട് അവിടെ സ്ഥിതി ചെയ്യും. ഒരുപാട് ദിവസം സ്ഥിതി ചെയ്യും. അപ്പോൾ അത് പിന്നീട് സംഹരിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ആ ആഗ്രഹം നേടിയെടുക്കുക, ആ മനസ്സ് സൃഷ്ടിച്ച വസ്തുതയെ നേടിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തതാണ് തള്ളിക്കളയാനുള്ള ആ ഒരു രീതിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കഥയുടെ ഉള്ളറയിലേക്ക് നമ്മളൊരു എത്തിനോട്ടം നടത്തേണ്ടത് എന്ന് പറയാം. ഇപ്പോൾ ഈ കൃഷ്ണ ഭഗവാനായാലും അല്ലെ ക്രിസ്തു ദേവനായാലും നമ്മളെല്ലാം ദേവനെന്ന് തന്നെയാണ് അവിടെയും വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്ത് തന്നെയായാലും അവരുടെയൊക്കെ കഥകൾ ത്യാഗങ്ങളും ഒരുപാട് ക്ലേശങ്ങളും നിറഞ്ഞ, വേദനകളൊക്കെ നിറഞ്ഞ, അല്ലെ ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെല്ലാം പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ചെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കൂടി ഒന്ന് ഓർക്കുക. നമുക്ക് മനസ്സിലാക്കാവുന്ന. അപ്പോൾ ശരിയായ രീതിയിൽ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും ദുർവ്യാഖ്യാനങ്ങളാണ് പലതും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശരിയായ തലങ്ങൾ കണ്ടെത്തി നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ മതഗ്രന്ഥങ്ങളിലെ ശരിയായ അർത്ഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മനസ്സിനെ ഒരുപാട് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു ജോലിയിലാണെങ്കിലും ഏതൊരു മേഖലകളിലാണെങ്കിലും നമ്മൾ നേടേണ്ട ഏത് മേഖലയാണോ ആ മേഖലയിൽ ഇതിൻ്റെ അർത്ഥങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. കൃഷ്ണൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിലാണ് നടക്കുന്നത്. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെയോ അച്ഛനെയോ അദ്ദേഹം വേർപിരിയുകയുണ്ടായി. പിന്നെ വളർത്തമ്മയോടുകൂടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അവിടെയാണെങ്കിലോ ശകടാസുരൻ, വൃഷാസുരൻ, പൂതന പോലുള്ള ആസുരിക ഭാവങ്ങളോട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ശരീരത്തിന്. അപ്പോൾ ഇതുപോലുള്ള ആസുരിക ഭാവങ്ങൾ നമ്മളെ ആക്രമിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം അവയ്ക്കെതിരെ പ്രതിരോധിക്കാനുള്ള ശക്തി നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരർത്ഥം. അപ്പോൾ പിന്നീട് അദ്ദേഹം ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം പഴയ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ ഗുരുവിനറിയാം ഈ വ്യക്തിയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ആ വ്യക്തി ഏത് നിലയിലേക്ക് എത്തിക്കണം, ആ വ്യക്തി ഏത് വാസനയുള്ളവനാണ്, അതിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അതിലേക്കായിരിക്കും ആ ശിഷ്യനെ അദ്ദേഹം നയിക്കുക. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹം കൊണ്ടുപോവുക. ഇത് ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്താണെങ്കിലോ അവിടെ അറിവാണ് കിട്ടുന്നത്. അവിടെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ജ്ഞാനമാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ അറിവാണ്. അറിവ് ജ്ഞാനവും രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ്. അറിവെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കൽ മാത്രമാണ്. മറ്റേത് പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്ന കൂടി ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെയൊക്കെ ഉണ്ടെന്ന് മാത്രമേ സ്കൂൾ തലത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരു ടീച്ചറുടെ കീഴിൽ 30, 42 വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ആ ടീച്ചർക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഈ വിദ്യാർത്ഥികൾ ഏത് തലത്തിലാണ് നിൽക്കുന്നത്. അവൻ സംഗീത വാസനയുള്ളതാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിലായിട്ട് പ്രവർത്തിക്കേണ്ടതാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ടീച്ചർക്ക് എന്ത് വിഷയമാണോ കൊടുത്തിരിക്കുന്നത് ആ വിഷയം മാത്രം പഠിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ ആ കുട്ടിയിൽ എന്തെങ്കിലും വാസനകളുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കാനായിട്ട് ടീച്ചർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഒരു 32 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 32 രീതിയിലായിരിക്കും അവരുടെ വാസനകൾ പോകുക. ഒന്ന് ചിലവർ ഡോക്ടറാവും, എഞ്ചിനീയറാവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൃഷി മേഖലയിലായിരിക്കും നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെയാണ് ആ കഥയെ എടുക്കേണ്ടത്. അപ്പോൾ പരിപോഷിപ്പിച്ചെടുക്കേണ്ടത് ഗുരുകുലത്തിലാകണം, അല്ലെങ്കിൽ നമ്മുടെ അമ്മ തന്നെയാകണം ഗുരു. അവനിലുള്ള കഴിവുകളെ കണ്ടെത്തി മനസ്സിലാക്കുന്നത് തന്നെയാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുത്വം എന്ന് പറയുന്നത് തന്നിലേക്ക് ആകർഷിച്ച് നിർത്തുക എന്ന് പറയുന്നത്. അത് ഗുരുത്വം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ ഭൂമിയിലാണ്. ഭൂമിയാണ് അറിവിൻ്റെ ഉറവിടം എന്നൊക്കെ പറയുന്നത്. ഭൂമിയിലെല്ലാം ഉണ്ട്. ഭൂമിയുടെ സകല മേഖലകളും സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു മതത്തിൻ്റെയോ ഒരു ആചരണത്തിൻ്റെയോ കെട്ടുപാടിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭൂമി എന്ന തലത്തെ നമുക്ക് അറിയാൻ പറ്റാതെ പോകും. അത് കാരണം മതത്തിൽ ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കാതിരിക്കുക. മതത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഗ്രന്ഥങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മതത്തിലുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നമനത്തിനായിട്ട് മതങ്ങളൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കേണ്ടതുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൂടെ വരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബലമാണ്. ബലരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ആയുധം കലപ്പയായിരുന്നു. കലപ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനേയും ശരിയായി പാകപ്പെടുത്തുക എന്നതാണ്. അതായത് കൃഷിനിലം പാകമാക്കുന്ന ആളെയാണ് നമ്മൾ ബലരാമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷിനിലം പാകമാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഒരു മനസ്സിലെ നമുക്ക് വേണ്ട ഏതൊരു വസ്തുവിലും പാകപ്പെടുത്തുക, നമുക്ക് നേടിയെടുക്കേണ്ട എന്താണോ അതിനെ പാകപ്പെടുത്തുക, അത് മനസ്സാണ്, അല്ലേ? മനസ്സിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് ബോധത്തിലോട്ട് കൊടുക്കുകയും ബോധം അതിനെ അനലൈസ് ചെയ്യുകയും അത് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ആത്മാവിലോട്ട് കൊടുക്കുകയും ആത്മാവ് പ്രകൃതിയിലോട്ട് സംജാതമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആത്മീയോന്നതി നേടിയവർ ഈ പ്രപഞ്ചം അതിന് വേണ്ട ക്രിയേറ്റിവിറ്റി അവിടെ നടത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ആത്മീയ തലത്തിൽ ഉയർന്ന ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അത് ഫലിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ ജീവിതത്തിൽ രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന ഒരു സന്ദർഭം കടന്നു വരുന്നുണ്ട്. എന്താണ് രുക്മിണി സ്വയംവരം? അതുപോലെ തന്നെ ബൈബിളിലാണ് കാനായിലെ കല്യാണം എന്നൊരു സംരംഭം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. രുക്മിണി സ്വയംവരം എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മ ലയനത്തിനെയാണ്, അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് രുക്മിണി സ്വയംവരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് കാനായിലെ കല്യാണവും ജീവാത്മ പരമാത്മ ലയനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ വേറൊരു വിഷയം കൂടി, 5 അപ്പം 5000 പേർക്ക് കൊടുത്തു എന്നും കൂടി പറയുന്നുണ്ട്. ഈ 5 അപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചപ്രാണനുകൾ. ഏതൊരു ശരീരത്തും പഞ്ചപ്രാണനുകളുണ്ട്. ഈ പ്രാണനുകൾ നിയന്ത്രിക്കുന്ന ശരീര കലകളുണ്ട്. ആ മെർലിനിയൻ നാഡി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കലകളുണ്ട്. ഈ കലകൾക്ക് കൊടുക്കുന്ന ഊർജത്തെയാണ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു എന്ന് വ്യാഖ്യാനിക്കുന്നത്. അതൊക്കെ ശരിയായ തലത്തിൽ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ബൈബിളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയാലോ.
പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം, കൃഷ്ണൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളെയും പുഞ്ചിരിയോട് കൂടിയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം ആനന്ദക്കണ്ണീർ പൊഴിച്ചു എന്ന് പറയുന്നത്. അത് കുചേലനെ കാണുമ്പോഴാണ്. കുചേലൻ എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ചേലയുള്ളവൻ എന്നാണ്. ആ നല്ല ചേലയുള്ള ആളെ വർണ്ണിച്ചിരിക്കുന്നതാകട്ടെ മുഷിഞ്ഞു നാറിയ വേഷവും മുഷിഞ്ഞ രൂപങ്ങളും ആയിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നല്ല ചേല്? നല്ല ചേല് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവിനെയാണ്. അദ്ദേഹം നേടിയ ജ്ഞാനത്തെ, അറിവും ജ്ഞാനവും രണ്ടാണ്. അദ്ദേഹം നേടിയ ജ്ഞാനത്തെയാണ് അറിവെന്ന് പറയുന്നത്. അപ്പം ജ്ഞാനമുള്ള ആൾക്കാരുടെയൊക്കെ നമുക്ക് എന്തൊരു കാര്യത്തിനും ചിലപ്പോൾ നമുക്കൊരു ഭവ്യത ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അധികാരമുള്ള ആളിൻ്റെ അടുക്കൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഭവ്യത ഉണ്ടാവും. തന്നെ ഭവ്യത വന്നിരിക്കും അവിടെ. അതാണ് പ്രകൃതിയുടെ ഒരു നിയമം. അപ്പോൾ ജ്ഞാനപ്രകാശം നേടിയ ആളെ കാണുമ്പോൾ നമ്മൾ ആനന്ദ കണ്ണീർ, ആനന്ദ ബാഷ്പം പൊഴിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെയാണ് അവിടെ ദുഃഖിച്ചത് എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ ശ്രീകൃഷ്ണൻ്റെ കഥയിലൂടെ വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. 18 ദിവസത്തെ യുദ്ധങ്ങൾ, അതിലൂടെ ഒരുപാട് കഥാസന്ദർഭങ്ങൾ, ഇതൊക്കെ ശരിയായി വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ തലം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടുന്നതാണ് ഗീത എന്നൊരു ജ്ഞാനഗ്രന്ഥം. അപ്പോൾ അതിലുണ്ട് എല്ലാ കാര്യങ്ങളും. അത് മനസ്സിലാക്കിയ ശരിയായ രീതിയിൽ നമുക്ക് ജീവിതം കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് വിഷയത്തിലുള്ള ഏത് മതക്കാർക്കും അത് മനസ്സിലാക്കി അവരുടെ മതത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഇന്ന ആളെ ഇത് പഠിക്കാവുള്ളൂ എന്നൊന്നും ഇതിനകത്ത് ഒരു നിഷ്കർഷയൊന്നും വെച്ചിട്ടില്ല. പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. പിന്നെ അദ്ദേഹം മരിക്കുന്നതാകട്ടെ വേടൻ്റെ അമ്പ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം നടക്കുന്നത്. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ ആരായാലും മരിക്കും എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ ജീവൻ നിലനിർത്തുക, പിന്നീട് മരിക്കുക. അതാണ് സ്ഥിതി സംഹാരം. അതിനെയാണ് ഹരഹരോ ഹരഹര അല്ലെ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. ഹരിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ, ദുഷ്ചിന്തകളെ, ദുഷ്ടചിന്തകളെ, വാസനകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുമ്പോഴത്തേക്ക് അതിനെ ഹരിക്കണം, ഇല്ലാതാക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോഴത്തേക്ക് അത് നമ്മളെ മണ്ഡലത്തിലേക്ക് എത്തുകയും അത് അവിടെ പ്രൊമോട്ട് ചെയ്യുകയും ഈ സ്ഥിതിയിൽ ചെയ്യുന്ന ഈ വസ്തുതകളെ അവിടെ സംഹരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം കൊല്ലുക എന്നല്ല, എന്താണോ സൃഷ്ടിച്ചത് അത് നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ ചിന്തകളെ ഇല്ലാതാക്കുക എന്നതാണ് സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഗ്രന്ഥം തന്നെ നമുക്ക് ഒരുപാട് വലിയ രീതിയിലേക്ക് മനസ്സിനെ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ലഹരിക്കടിമ, മയക്കുമരുന്നിനടിമ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ലഹരി ഒരിക്കലും നമ്മൾ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റാം. അത് പുരാതന കാലം മുതലേ ഈ ലഹരി ഉള്ളതാണ്. അത് നമുക്കൊരിക്കലും തുടച്ചു മാറ്റാനായിട്ടും പറ്റുകയില്ല. അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ. അത് വ്യാപിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷവശങ്ങൾ പൂർണ്ണമായിട്ടും സ്കൂൾ തലത്തിൽ പഠിപ്പിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കുക. അപ്പോൾ ആ സ്കൂൾ തലത്തിൽ അതൊക്കെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിൽ നിന്നും നമുക്ക് മുക്തമാകുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും അത് ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏതെങ്കിലും തലത്തിൽ അത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബോധവൽക്കരിക്കുക എന്നത് മാത്രമേ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നൊരു അർത്ഥം വരുന്നുണ്ട്. നമ്മൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, അപ്പോൾ ആത്മീയ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ആരാധനാലയങ്ങൾ. ആത്മീയ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യണത്. അവിടെ ദൈവിക പരിവേഷം നൽകി അവിടെ നമ്മൾ പലവിധ വസ്തുക്കളും പലവിധ വർണ്ണങ്ങളും ഒരുപാട്
നമ്മുടെ കണ്ണിനെ ഉത്തേജിപ്പിക്കുന്ന വസ്തുക്കളായ കൊണ്ടൊക്കെ അലങ്കരിച്ചൊക്കെ അവിടെ ഒരു ആത്മീയ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് അവിടെ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലായിട്ട് ഓടാറുണ്ട്. അവിടെ നിന്ന് വേറൊരു അമ്പലത്തിലായിട്ട് ഓടാറുണ്ട്. പള്ളിയിലും അങ്ങനെ തന്നെ. അടുത്തൊരു പള്ളിയിലുണ്ട്, പിന്നെ വേറൊരു അടുത്ത പള്ളിയിലോട്ട് പോകാറുണ്ട്. ഇത് എല്ലായിടത്തും ഒരാൾ തന്നെയാണെങ്കിൽ പിന്നെ പല സ്ഥലത്തായിട്ട് പോകണത് എന്തിന് എന്നതാണ്. അതാണ് മനസ്സിൻ്റെ ചാഞ്ചാട്ടം എന്ന് പറയുന്നത്. മനസ്സിനെ ഈ അങ്ങനെ പോകുന്ന ആളുകൾ മനഃസ്ഥിരത ഇല്ല എന്നാണ്. എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതല്ല, എന്തെങ്കിലും കാഴ്ച കാണാൻ പോകുന്നത് തന്നെയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അതല്ല, അവിടെ വേറൊരു ദൈവമാണ് ഇരിക്കണത് എന്നൊരു സന്ദേശമുണ്ടെങ്കിൽ ഈ അർത്ഥത്തിൽ പറ്റാത്തതാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ അർത്ഥതലത്തിലാണ് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത്. ഈ അർത്ഥതലത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് വേണ്ട എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. പിന്നെ വരുന്ന ഒരു കാര്യം എന്തിനാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ, അമ്പലങ്ങൾ അല്ലെ മതങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളും ഉണ്ടാവും. ഒരുപാട് നേട്ടങ്ങൾ മതങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഒന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഐക്യം ഉണ്ടാവും. പിന്നെ നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു വർണ്ണന തരുന്നത്, അല്ലെ ദൈവിക ബോധം വളർത്തുന്ന സ്ഥലങ്ങളിൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് എന്നൊക്കെ പറയാനുള്ളത്, ഡിഗ്രി തലത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ആവശ്യം വേണ്ട എന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ 1-ാം തലത്തിലും 2-ാം തലത്തിലും ഇതിൻ്റെ അടിത്തട്ട് ഒന്ന് പഠിച്ച് കിട്ടുക, അല്ല ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മതങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരാളുടെ കീഴിലോ ഒരാളുടെ അറിവായിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കിയാലാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സാമൂഹ്യ അന്തരീക്ഷവും സാമൂഹ്യ സൃഷ്ടിയൊക്കെ ഈ മതങ്ങളിലൂടെ നമുക്ക് നടത്തപ്പെടുന്നുണ്ട്. അത് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഒരു സംഘടിത ശക്തിയാകാനായിട്ട് ഈ മതങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ ഗുണം ആണ്. പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്? യഥാർത്ഥ ദൈവം, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഭൂമിയും സൂര്യനാണ്. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മാതാവും, സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവുമായിട്ടാണ് കാണേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭൂമിയാണ് നമ്മളിവിടെ ഈ പറയുന്ന മതങ്ങളെയും നമ്മളെയും മറ്റുള്ള എല്ലാ വസ്തുതകളെയും അതിൻ്റെ പുറത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഭൂമിയാണ്. അതിൻ്റെ ആകർഷണ ശക്തി, അല്ല അതിൻ്റെ ഗുരുത്വാകർഷണം, അപ്പോൾ ഗുരു എന്നൊരു വാക്ക് അവിടെ വരുന്നുണ്ട്. നമ്മളെ അതിൽ നിന്ന് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ഭൂമിയാണ്. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മൾ അതിനെ പ്രചോദിപ്പിക്കുന്ന വെളിച്ചമാണ് പിതാവ്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം സൂര്യൻ തന്നെയാണ്. പ്രകാശബോധത്തിലാണ് നമ്മൾ യഥാർത്ഥ ദൈവികം, അതായത് നമ്മുടെയൊക്കെ ആത്മാക്കൾ പ്രകാശബോധത്തിൽ ലയിപ്പിക്കുന്നതിനാണ് മോക്ഷം കിട്ടി എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ബലരാമൻ ഇതൊക്കെ അത് പറഞ്ഞല്ലോ, നമ്മൾക്ക് ഏത് ആവശ്യത്തിനും ബലം ആവശ്യമാണ്. ശരീരത്തിന് ബലം ആവശ്യമാണ്, ആത്മാവിന് ബലം ആവശ്യമാണ്, മനസ്സിന് ബലം ആവശ്യമാണ്. അതാണ് കണ്ണിന് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കണ്ണിനും അതിൻ്റെ ഊർജ്ജതലത്തിനും ബലം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബലരാമനെ കൂടെ കൂട്ടി എന്ന് പറയുന്നത്. ഇതിന് വേറെയും ഒരുപാട് അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ശരിയായ അർത്ഥം ഇതിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഏതൊരു വിഷയമോ ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അതിനെയൊക്കെ തട്ടിമാറ്റാൻ പിന്നീട് മുന്നോട്ട് നയിക്കാനും ഈ കഥകളൊക്കെ നമ്മളെ ഉപകരിക്കും. ഈ പറയുന്ന ത്യാഗങ്ങൾ അനുഷ്ഠിച്ച പുഞ്ചിരിയോടുകൂടി നമ്മളെ നയിച്ച ശ്രീകൃഷ്ണ എന്ന ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നതാണ്. അതായത് കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ദുഃഖിച്ചുകൊണ്ട് ഒരിക്കലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ നമ്മൾ സഞ്ചരിക്കരുത് എന്നുള്ളത് ഒരു അർത്ഥമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദുഃഖം നെഗറ്റീവ് ഭാവത്തെ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ഊർജ്ജതലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ദുഃഖിച്ചാണ് നമ്മളിരിക്കുന്നത്, കൂടുതൽ ദുഃഖമായിരിക്കും നമ്മളിലേക്ക് കയറി വരിക. നമ്മുടെ നെഗറ്റീവ് അങ്ങോട്ട് ആകർഷിക്കുക, അവരിൽ നിന്ന് കിട്ടിയാൽ പോലും നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ മനസ്സിൽ കയറിയ സ്ഥിതി ചെയ്യുന്ന ആ ഏതൊരു ദുഃഖമാണോ നിൽക്കുന്നത് അതിനെ സംഹരിക്കാൻ നമ്മൾ മെഡിറ്റേഷനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് അധികം ശ്രദ്ധിക്കാതിരിക്കാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കും മനസ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉടനെ മോചനം ചെയ്യുന്നതാണ്. ഈ സംഹാരഭാവത്തിന് വേണ്ടി സംഹാര ഊർജം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബലികളൊക്കെ അർപ്പിക്കുക. അതായത് ദിവ്യ ബലികളൊക്കെ അർപ്പിക്കാറുണ്ട്. പള്ളികളിലൊക്കെ ദിവ്യ ബലി, ബലിപ്പെരുന്നാൾ, അല്ലെങ്കിൽ കുരുതി ബലി, അങ്ങനെ ഒരുപാട് ബലികൾ. ഇത് ഈ സംഹാരഭാവത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആചരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഇത് ഈ പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഗ്രാഹിക്കണമെന്ന് ഇല്ല. അല്ലെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഉള്ളറയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും മനസ്സിലായി വരണമെന്നില്ല. അപ്പോൾ നിങ്ങളത് 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും. എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാകും. ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാകും. അത് പ്രതിസന്ധി തരണം വരുമ്പോഴത്തേക്ക് ഈ കൃഷ്ണ കഥാപാത്രത്തെ നമ്മളൊന്ന് ഓർത്താൽ മതി. ശരിയായി എവിടെയെങ്കിലും നമുക്ക് കാഴ്ച തടസ്സപ്പെടുത്തിയോ ആ വിഷയത്തിൽ എന്ന് ചിന്തിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് കള്ളക്കണ്ണൻ എന്നൊക്കെ പറയണത്. കള്ളക്കണ്ണൻ അതായത് കള്ളത്തരങ്ങളിലൂടെ ചിലപ്പോൾ നമ്മുടെ കണ്ണ് കള്ളത്തരങ്ങളിലേക്ക് കാണിക്കും. അതായത് കാണണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ കയറി പിടിക്കും. മനസ്സിൻ്റെ വികാരങ്ങൾ അത് ഏറ്റെടുക്കും, അത് സ്ഥിതി ചെയ്യും. പിന്നെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ഇങ്ങനെ വിഷയങ്ങളുമായിട്ട് സംസാരിക്കാൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാരും എന്നെ സമീപിക്കുമ്പോഴത്തേക്ക് അവരുടെ വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും ഒരു മതത്തിനെയോ ഒരു ആചരണത്തെയോ നമ്മൾ താഴ്ത്തിക്കെട്ടാനോ ഉയർത്തിക്കാട്ടാനോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതിൻ്റെ ഉള്ളറയിൽ രഹസ്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതത്തിനും അത് പ്രയോജനപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതായാലും ചീത്തയായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നന്ദി.